ഗൈസ് വെൽക്കം ബാക്ക്. ദ കംബാക്ക് കിങ്സ്. കംബാക്ക് കിങ്സ് എന്നൊരു പേരുണ്ടെങ്കിൽ അത് നമ്മൾ യുണൈറ്റഡിന് തന്നെയാണ്. ഞാൻ അധികം ആർഭാടാക്കുന്നില്ല. ആർഭാടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ പൊങ്കാല വരുന്ന അറിയാം. അപ്പോൾ അതുകൊണ്ട് വളരെ ചുരുക്കിയിട്ട് പറയാം, നല്ല സന്തോഷമുണ്ട്. കളി കളിച്ചിന്, പക്ഷേങ്കിൽ ആസ്നലിൻ്റെ കൂടെ കളിച്ച പോലത്തെ കളി വന്നിട്ടില്ല. കാരണം പൊസഷൻ ഗെയിമല്ല. അമോറിം ടോട്ടലി ഡെർബിക്ക് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ കിട്ടിയാലുള്ള ആ ഒരു കളി. പക്ഷേ ആസ്നലിൻ്റെ കൂടെ നമ്മൾ ബോൾ വെച്ച് പൊസഷൻ വെച്ച് കളിക്കുക, ഇതിൽ നല്ല മാറ്റം. പക്ഷേ ആ ഒരു 60 മിനിറ്റിന് ശേഷം എന്തോ സംഭവിച്ച്. 60 മിനിറ്റിന് ശേഷം എന്താണ് സംഭവിച്ചത്, എന്ത് ഉത്തേജകം വരുന്നതാണ് ആ ടൈമിലേക്ക് അവർക്ക് എല്ലാവർക്കും കിട്ടിയതെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് അമാദിൻ്റെ ആ ഹെഡർ വരുന്നത് 62-ാം മിനിറ്റിലാണ്. അപ്പോഴാണ് ഫസ്റ്റത്തെ നമ്മുടെ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, 62-ാം മിനിറ്റിൽ ഫസ്റ്റ് ഓൺ ടാർഗറ്റ് വരണമെങ്കിൽ എന്തായിരിക്കും അതിന് മുന്നേ ഉള്ള നമ്മളെ കളി എന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചേയില്ല. ഇത് നമ്മൾ ആ സുഡാനി ഫ്രം നൈജീരിയയിൽ സൗബിൻ പറയുന്നുണ്ടല്ലോ, സ്വന്തം ടീം തോറ്റ് നിൽക്കുകയാണെങ്കിലും അവസാന നിമിഷം വരെ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടല്ലോ, ഒരു ഗോളെങ്കിലും അടിച്ച് ഡ്രോ പിടിക്കും. അതായിരുന്നു. പിന്നെ ആ ബ്രൂണോൻ്റെ മിസ്സ്, അയ്യോ, അതൊക്കെ കണ്ടപ്പോൾ തീർന്നെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതൊക്കെ ഊർജം പോലെ വന്ന് 2 ഗോളിനും വഴിവെച്ച അമാദിന് ഹാറ്റ്സ് ഓഫ്. അമാദ് ഒന്നും പറയാനില്ല. അമാദ് പൊളി. മസ്റൂയിനെ എടുത്ത് പറയണം. ഡൊക്കു പരമാവധി കഷ്ടപ്പെടുത്താൻ നോക്കിയിന്, കുറച്ച് കട്ട് ചെയ്ത് കയറുകയും ചെയ്തിന്. പക്ഷേങ്കിൽ മസ്റൂയി അവിടെ എന്താ പറയുക, ശരിയായ മതിൽ പോലെ മസ്റൂയി എന്നു. ആസ് യൂഷ്വൽ ഡയലോട്ട് ഒരു കാര്യവും ഇല്ല. പാസ് പോലും മര്യാദയ്ക്ക് ചങ്ങായിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ മൊത്തം ആ സൈഡ് നമ്മൾ പിന്നെ സംസാരിക്കാത്തത് തന്നെയാണ് നല്ലത്. ബാക്കി കമ്പാരിറ്റീവ്ലി എല്ലാവരും ഉഗാർട്ടെ എടുത്ത് പറയണം. മാനുവൽ ഉഗാർട്ടെയും മസ്റൂയാണ് നമ്മുടെ ടോപ്പ് സൈനിങ്സ് ഈ ട്രാൻസ്ഫറിൽ ഉഗാർട്ടെ ആൻഡ് മസ്റൂയി പൊളി. ഉഗാർട്ടെയൊക്കെ എന്താ പറയുക, പണിയെടുക്കാൻ മറ്റേ പ്രൈം റയൽ മാഡ്രിഡിലുള്ള കസമേറോൻ്റെ ഒക്കെ ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഉഗാർട്ടെയൊക്കെ കളിച്ചത്. എന്താ രസം, അടിപൊളി കളി. ഹാലൻഡിനെ പൂട്ടിയതിൽ മാർട്ടീനസിനും മഗ്വയറിനും ഡിലൈറ്റിനും, അതായത് നമ്മുടെ ഡിഫെൻസീവ് എല്ലാവർക്കും ഹാലൻഡിനെ കണ്ടിട്ടേ ഇല്ല. പോക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ പോക്കറ്റ്. പണ്ട് റിയൽ മാഡ്രിഡും സിറ്റിയും കളിക്കുമ്പം ഈ ഹാലൻഡിനെ നമ്മളെ റൂഡിഗർ പൂട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി അവരെ ഹാലൻഡിൻ്റെ ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പക്കാ ലോക്ക്. പിന്നെ ബെർണാഡോ സിൽവ ഒന്നും ചിത്രത്തിലേ ഇല്ല. ഞാൻ ഫസ്റ്റ് ഹാഫിലൊക്കെ ലാസ്റ്റ് 40 മിനിറ്റ്സിന് ശേഷം എൻ്റെ ബെർണാഡോ സിൽവനെയൊക്കെ കാണുന്നത്. കളിയൊക്കെ നല്ല കളി തന്നെയായിരുന്നു. അതായത് പെർഫെക്റ്റ്ലി എന്താ പറയുക, ആ ഒരു അമോറിം പറഞ്ഞു കൊടുത്തത് ഗ്രൗണ്ടിൽ വന്നിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റി. പിന്നെ പക്ഷേ അറ്റാക്ക് വന്നിട്ടേ ഇല്ല, അത് പറയാമല്ലോ, അറ്റാക്കേ വന്നിട്ടില്ല. വന്നതെല്ലാം 60 മിനിറ്റിന് ശേഷം. എനിക്ക് തോന്നുന്നു അതിനി ഇവർ സിറ്റി ഫുള്ള് കളിച്ച് ടയേർഡായി ആ ടൈമിൽ നമുക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാം, ആ ഒരു ഇതാണോ എന്താണെന്നൊന്നും അറിയില്ല. കളി കണ്ടപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. 60-ന് ശേഷം ഫുൾ ഓൺ എനർജി ആയിരുന്നു. എന്താ പറയുക, ഓടി ബോൾ എടുത്ത് അത് പെനാൽറ്റി ബോക്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുക, എല്ലാം പൊളിയായിരുന്നു. പിന്നെ ഫസ്റ്റ് ഗോള് അമാദിനെ എടുത്ത് പറയണം, അത് കയറ്റുമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ കൺട്രോൾ കിട്ടാതെ അത് പെനാൽറ്റി ആയി. സെക്കൻഡ് ഗോളിൽ അമാദിൻ്റെ ആ ഒരു ഫസ്റ്റ് ടച്ച്, എന്താ പറയുക, ആ ഹൈറ്റിൽ വെച്ചിട്ട് പുള്ളി ആ ലെഗ് വെച്ച് ആ ഫസ്റ്റ് ടച്ച് എടുത്ത് മറിച്ചിട്ട സാധനം, അയ്യോ, അത് എടുത്തു പറയണം. എന്താ പറയുക, അമാദിൻ്റെ ഹൈറ്റൊക്കെ നമുക്കറിയാം, ഹൈറ്റും പ്രായമൊക്കെ അറിയാം. അത് വെച്ചിട്ട് പുള്ളി ആ ബോള് മറിക്കണമെങ്കിൽ, പിന്നെ ഷോട്ട് വീക്ക് ഷോട്ടായിരുന്നു, അത്ര വലിയ ബലമുള്ള ഷോട്ടല്ല, എന്നാലും അത് കയറി. പക്ഷേ ആ ഒരു പാസ് ഫ്രം മാർട്ടീനസ് ഇന്ന് നല്ല കളിയായിരുന്നു. ഇന്ന് എന്താ പറയുക, കുറേ ലോങ് പാസുകൾ ശ്രമിച്ചിട്ടുണ്ട്, കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്.
അടിപൊളിയായിരുന്നു. എന്തായാലും നല്ല കളിയാണ്. പക്ഷേങ്കിൽ സാഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ്ഫോർഡും ഗർനാച്ചോയും ടീം ലൈനപ്പിലേ ഇല്ല. എന്തോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാനിന്ന് ലൈവിൽ വന്നപ്പോഴും അത് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗർനാച്ചോ എന്തോ ടീം ഷീറ്റൊക്കെ പുറത്ത് വരുന്നതിന് മുന്നേ പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ന്യൂസുകൾ കാണുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അതിനിപ്പം വരും ദിവസങ്ങളിൽ മാത്രമേ അതിൻ്റെ ഇതറിയാൻ പറ്റുള്ളൂ. പക്ഷേങ്കിൽ അമോറിം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇഞ്ചോർഡോ കാര്യങ്ങളോ ഒന്നുമല്ല, എല്ലാവരും എങ്ങനെയാണ് കളിക്കുന്നത്, ടീമിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് എൻ്റെ സെലക്ഷൻ. അതൊക്കെ നല്ല ഓപ്പൺ നല്ല സൂപ്പർ സെലക്ഷൻ തന്നെയാണ് അതൊക്കെ. ഇന്നത്തെ ടീം ലൈനപ്പും അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. എന്തായാലും ഒന്നും പറയണ്ട, ജയിച്ചു എന്ന് തന്നെ പറയാം. മാഞ്ചസ്റ്റർ ഈസ് റെഡ് ആൻഡ് മാഞ്ചസ്റ്റർ വിൽ ബി ഓൾവേസ് റെഡ്. ഇതെല്ലാ സിറ്റി ഫാൻസിനുള്ള അടിയാണ്. കമ്മ്യൂണിറ്റി ഷീൽഡിൻ്റെ ആ ഒരു കടം അങ്ങ് തീർത്തു. FA നമ്മൾ തീർത്തിട്ടാണ് ഓൾറെഡി. ഈ കമ്മ്യൂണിറ്റി ഷീൽഡിലെ കടം അങ്ങ് തീർത്തിട്ടുണ്ട്. മാഞ്ചസ്റ്റർ ഈസ് റെഡ്. ഓക്കെ ഗൈസ്, ബൈ.